മീനച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തത്, ഞാൻ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള മീൻ എടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കായം, വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, വറക്കുന്നതിനാവശ്യമായ എണ്ണ. ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ട് 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇട്ട സാധനങ്ങൾ: 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 സ്പൂൺ വിനീഗർ. ഇത് നല്ലതുപോലെ മസാല എല്ലായിടവും ചെല്ലത്തക്ക രീതിയിൽ തേച്ച് കുഴച്ച് മസാല എല്ലായിടവും പിടിക്കണം. അരമണിക്കൂർ നമ്മളിത് ഉപ്പ് എരിയൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കും. മസാല എല്ലായിടവും പിടിച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ പച്ചമുളക് അരിഞ്ഞു വയ്ക്കുക, ഇഞ്ചി നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. പേസ്റ്റ് ആക്കുന്നതിലും കുഴപ്പമില്ല. വെളുത്തുള്ളി വൃത്തിയാക്കി വയ്ക്കുക. മസാല തേച്ച് അരമണിക്കൂർ വെച്ചിരുന്ന മീൻ നമുക്ക് ഫ്രൈ ആക്കാം. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി മീൻ കുറച്ച് ഫ്രൈ ചെയ്യുക. മീനിന് മസാല പിടിക്കുന്ന നേരം കൊണ്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കണം. മീൻ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരുപാട് ഡീപ്പായി പോയാൽ മീൻ കഴിക്കുമ്പോൾ ഒരു രസം കാണത്തില്ല. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ബാക്കിയും കൂടി വറുത്തെടുക്കാം. ഇനി അച്ചാർ റെഡിയാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. അച്ചാറിന് വെച്ച് എണ്ണയൊക്കെ നല്ലതുപോലെ ചേർക്കണം. ഞാൻ സൺഫ്ലവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിലും വേണം ഉണ്ടാക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും പകുതി എടുത്ത് പേസ്റ്റാക്കിയതാണിത്. ഒരുപാടങ്ങ് പേസ്റ്റ് ആവേണ്ട, ചതഞ്ഞിരുന്നാൽ മതി. ഇതിലേക്ക് കടുക് ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില കുറച്ചിടുക. അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്. വെളുത്തുള്ളി 2ആയി പിളർത്തിയിടണം. അതാണ് ഒരു രസം കാണാൻ. മൂത്ത മണം വരുന്നുണ്ട്. തീ കുറച്ചിട്ട് കൊടുക്കുക. തീ കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് ഇടുക. ഞാൻ 2 സ്പൂൺ ആണ് ഇടുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അച്ചാറിന് ഇച്ചിരി എരിവൊക്കെ വേണം. എരിവ് പുളിയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിനൊരു രസമാണ്. മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. 1/2 സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കായപ്പൊടി,
ഇനി പുളിക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് സ്വല്പം ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ വറുത്തപ്പം ഇട്ടതാണ്, ഗ്രേവിയിലൊന്നും ഉപ്പിട്ടിട്ടില്ല. തീ ഓഫ് ചെയ്യാം. മീനച്ചാർ റെഡി. അപ്പോൾ നല്ല അടിപൊളി മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെൽ ഐക്കൺ വരും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.